കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഇറാനിയൻ ഉരു കൊച്ചിയിലെത്തിച്ചു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ഉരുവിലുണ്ടായിരുന്നത്. കൊച്ചിൻ കോസ്റ്റ് ഗാർഡാണ് ഉരു പിടികൂടിയത്. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, കോസ്റ്റ് ഗാർഡ് പിടികൂടിയ ഇറാനിയൻ ഉരു അല്പസമയം മുമ്പ് കൊച്ചി തീരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും ഈ ഉരു സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം കൊച്ചിയിൽ നിന്നും കോസ്റ്റ് ഗാർഡ് സംഘം എത്തിയാണ് ഈ ഉരു ഇങ്ങോട്ട് എത്തിച്ചത്. സാധാരണഗതിയിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ കടൽ മാർഗം നടക്കുന്നത് കൊണ്ട് തന്നെ ആ നിലയിലുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമ്മൾ അറിയുന്നതനുസരിച്ച് തൊഴിലാളികൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇറാനിൽ ഇവർ മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു. അവിടെ നിന്നും ഭക്ഷണമോ അല്ലെങ്കിൽ ശമ്പളമോ ഒന്നും കിട്ടാതെ വന്നതോടുകൂടി ഈ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉരുവിൽ തന്നെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ആ നിലയിലാണ് ഇവർ കൊയിലാണ്ടിയിലെ ഈ പറയുന്ന പ്രദേശത്ത് എത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ് ഉരുവും അതുപോലെ തന്നെ 6 മത്സ്യത്തൊഴിലാളികളും ഉള്ളത്. ഇവർ കന്യാകുമാരി സ്വദേശികളാണ് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കാരണം ഇവരുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ സ്വദേശം, അതുപോലെ ഈ ഇറാനിൽ സംഭവിച്ച കാര്യം, ഇതൊക്കെ സത്യമാണോ എന്നത് ഇവരുടെ മൊഴിയെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇറാനിൽ നിർമ്മിച്ചിരിക്കുന്ന ഉരുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഉരുവിൽ വിശദമായ നിലയിലുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായ നിലയിലുള്ള പരിശോധനകൾക്കായി ഉരുവും ഈ 6 മത്സ്യത്തൊഴിലാളികളെയും കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുജയ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.